എല്ലാവർക്കും നമസ്കാരം. വേൾഡോസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 4BHK നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരു മനോഹരമായ ഒരു വീടാണ് വാങ്ങാൻ നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടാണ് എൻ്റെ പേക്ക് കാണുന്ന ഈ ഒരു വീട്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മച്ചയിൽ മെയിൻ ബസ് റൂട്ടിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ കാണുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്ക് എത്തുന്ന വീടാണ്. വീടിൻ്റെ ഫ്രണ്ടേജ് വരെ നമുക്ക് റോഡ് ടാർഡാണ്. 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് ഈ വീട്ടിന് വരുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന 4 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4BHK ആണ് വരുന്നത്. വീട് ചുറ്റുള്ള തികച്ചും വാസ്തു ബേസിലായിട്ടാണ് പടിഞ്ഞാറ് ദർശനമാണ് വരുന്നത്. വീട്ടിൽ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, കോർപ്പറേഷൻ വാട്ടറും വരുന്നുണ്ട്. ഒരു കണ്ടംപററി ഡിസൈനിലാണ് വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റും വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ ആർട്ടിക്കൽ ഗ്രാസ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്, ഗ്ലാഡിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ രീതിയിൽ തന്നെ ഗാർഡൻ വർക്കുള്ള സ്പേസും വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 11 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ 16 കിലോമീറ്ററും നമ്മുടെ പ്രാവച്ചമ്പലം വരെ ഹൈവേ വരെയും റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ വെറും 4 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. നമുക്ക് ഫ്രണ്ട് വുഡെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന പ്ലാവാണ്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്പോട്ട് ലൈറ്റ്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഗ്ലാഡിംഗ് വർക്കിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ടെയിലാണ്. ഇവിടെ നമുക്ക് ലിവിങ് ഏരിയയും ഡൈനിങ്ങിൻ്റെ ഏരിയയും നമുക്കിവിടെ സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്. ലിവിങ് ഏരിയയിലും ഡൈനിങ്ങിൻ്റെ ഏരിയയിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഇവിടെ വുഡിൻ്റെ ഡിസൈൻ, സീലിംഗിൽ നമുക്ക് വുഡിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അകത്തെ കളറൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് കളറാണ്. പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ TV യൂണിറ്റ്, നമ്മുടെ ലിവിങ് ഏരിയയിലെ TV യൂണിറ്റ്. ഇത് നമുക്ക് വലിയൊരു TV യൂണിറ്റാണ്. ഇതിൽ നമുക്ക് എത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. ഇതിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ടെയിൽ വന്നിട്ട് 4x2 വെട്രിഫൈഡ് ടെയിലാണ്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഏരിയ. വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റിയ വലിയൊരു ഡൈനിങ് ഏരിയയാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് നിന്ന് സ്റ്റെയറിൻ്റെ അടിയിലിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വന്നിട്ട്. ഈ കാണുന്നത് നമ്മുടെ വാഷ് ബേസിലെ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്. അത്യാവശ്യം നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഗാർഡൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അകത്ത്. ഇവിടെ നമുക്ക് ചെറിയൊരു ടെസ്റ്റർ വർക്കിൽ ഇവിടെ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ പൂജാ റൂമോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്പേസ് വിട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് അങ്ങനെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 15x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമുകളിലെല്ലാം തന്നെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. 4 ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ബെഡ്റൂമാണ്. 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് ഒക്കെ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നതാണ്. നല്ല പ്രീമിയം ബോട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അകത്തെ ഡോറുകളെല്ലാം നമുക്ക് പോളിഷ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ്റൂമിലെ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത ഹാളിൽ നിന്നും പറഞ്ഞാൽ നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 12x11 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നതാണ്. കബോർഡിലൊക്കെ വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. പ്രീമിയം ബോൾട്ടാണ് നമ്മുടെ ഇവിടെയും കബോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഗാർഡാണ് ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുള്ളത്. അടുത്ത ഡൈനിങ്ങിൽ നിന്നും വരുന്ന നമുക്ക് ഓപ്പൺ കിച്ചണാണ്. വലിയൊരു ഓപ്പൺ കിച്ചണാണ്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്ന കിച്ചണാണ്. ഈ കിച്ചണിലോട്ട് വരുന്നിടത്ത് തന്നെ നമുക്ക് വലിയ രീതിയിൽ തന്നെ പാർട്ടീഷൻ, കബോർഡ് വർക്കിൽ പാർട്ടീഷൻ തിരിച്ച് ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബോർഡെല്ലാം വന്നിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ബോർഡാണ് നമ്മുടെ കബോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള. ഇവിടെ നമുക്കൊരു ഇലക്ട്രിക് ഹോബ് വരുന്നുണ്ട്. ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ നമുക്ക് ഷീഡിന്റെ മേളിലൊക്കെ നമുക്ക് വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. കിച്ചണിന്റെ സീലിംഗിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്പോട്ട് ലൈറ്റ്, പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഈ സ്റ്റോറേജ് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഫ്ലോർ ടൈൽ വന്നിട്ട് 4x2 മാറ്റ് ടൈലാണ്. നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ പോയിന്റ് ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 ഫ്ലഗ് പോയിന്റ് ആയിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇവിടെ വയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കാം. അങ്ങനെ 2 ഫ്ലഗ് പോയിന്റ് ആയിട്ടുണ്ട്. കിച്ചണിലെ ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് നമുക്ക് സെറയാണ് വരുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ ബാക്ക് സൈഡ്. നമുക്ക് ചെറിയൊരു വർക്കിലെടുക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. ബാക്കിൽ നനയിൽ വരുന്നുണ്ട്. ബാക്കിലാണ് കിണർ വന്നിട്ട്. വീടിന്റെ 3 ചുറ്റും അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്.
ഡൈനിങ് ഏരിയയിൽ നിന്ന് അടുത്ത് വരുന്ന നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിൽ ഈ പിടിയൊക്കെ ചെയ്യുന്നത് നമുക്ക് തേക്കിലാണ്. ഇത് നമ്മൾ ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്ന നമുക്ക് ജിയോ പൈപ്പിൽ മാറ്റ് ബ്ലാക്ക് പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 പാളിയുടെ ഒരു ജനൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 വലിയ പർഹോൾ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിൽ നമുക്ക് പർഹോൾ വരുന്നുണ്ട്. ഇതിലൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ വിശാലമായിട്ടുള്ള 2ാമത്തെ ഹാള്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഹാള് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. വലിയൊരു TV യൂണിറ്റ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്ക് പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 15ക്ക് 13 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കാണ് വരുന്നത്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ വാഷ്റൂമും ഫിറ്റിംഗ്സ് സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നതാണ്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 14ക്ക് 11 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഡ്രസ്സിംഗ് റൂം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇവിടെയും ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. അടുത്ത ഹാളിൽ നിന്ന് പറയുന്നത് നമുക്ക് ബാൽക്കണിയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ബാൽക്കണി. വലിയൊരു ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ നമുക്ക് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ വർക്ക് ചെയ്യുന്ന ജിയോ പൈപ്പിൽ മാറ്റ് ബ്ലാക്ക് പെയിന്റ് വുഡിന്റെ ഡിസൈനാണ് വരുന്നത്. ഈ കാണുന്ന തൂണിലെല്ലാം തന്നെ ഗ്ലാഡിംഗ് വർക്ക് ചെയ്യുന്ന ടെയിലാണ്. ഈ വീടിരിക്കുന്ന ഈ കാണുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് വന്ന വീടാണ്. ഈ അടുത്തുള്ള വീട്ടിലെല്ലാം തന്നെ നമുക്കിവിടെ ആൾതാമസം വരുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് വരെ നമുക്ക് റോഡ് ടാറിടുവാണ്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമുക്ക് ഓപ്പൺ ടെറസാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ ടെറസ്. ഇവിടെ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വന്നിട്ട്. ഇവിടെ നമുക്ക് ഷീറ്റും ചെയ്തിട്ടുണ്ട്. സൈഡിൽ കൂടിയാണ് നമുക്ക് ടെറസിലോട്ട് വന്ന സ്റ്റെയർ വന്നിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിലേക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് മച്ചയിൽ മെയിൻ ബസ് റൂട്ടിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ട് വരെ നമുക്ക് റോഡ് ടാറിടാണ്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 4.25 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആണ്. 4 ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമോടുകൂടിയ ബെഡ്റൂമാണ്. വീടിൻ്റെ മുറ്റത്ത് നമുക്ക് 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീട് ചേട്ടുള്ള തികച്ചും വാസ്തു ബേസ്ഡായിട്ടാണ് പടിഞ്ഞാറ് ദർശനമാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 76 ലക്ഷം രൂപ. നമുക്ക് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 80% ഹൗസ് ലോണിങ് ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെ ഡീറ്റെയിലോ ഈ വീട് കാണാനോ താല്പര്യമുള്ളവർക്ക് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തെന്തായാലും നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും ബൈ. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വീടിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.